ഇത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ്. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ്. അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ട് നടന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനമുള്ളതാണ് പോലീസ്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി. ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത, എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു. ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമം കാണിച്ച് ചെയ്തു. കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് കോടതി 2ാമത് നിലവെടുത്ത് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഒരു നടപടി അവർക്കെതിരെ എടുക്കൂല. അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കാൻ ഈ സംഭവം തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം.